സംഗമം നമ്മൾ പങ്കെടുക്കുന്നത് ഒരു വലിയ നഷ്ടബോധം മനസ്സിൽ പേറിക്കൊണ്ട് തന്നെയാണ്. ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ഇന്ന് നമ്മുടെ കൂടെയില്ല. നമ്മൾ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പൂർണ്ണമായും ഉൾക്കൊണ്ട് ഉപയോഗിക്കാറില്ല. പക്ഷേ ശിഹാബ് തങ്ങളെപ്പറ്റി മാനവമൈത്രിയുടെ പ്രബോധകൻ, മതമൈത്രിയുടെ അതുല്യനായ നേതാവ്, ഒരു മഹാനായ മനുഷ്യസ്നേഹി എന്നെല്ലാം പറയുമ്പോൾ അത് വെറുതെ പറയുന്ന വാക്കുകളല്ല. ആ വാക്കുകൾക്ക് അർത്ഥമുണ്ട്. ഞാൻ കുറച്ച് വാക്കുകളിലൂടെ പറയുന്നത് ആ വലിയ മനുഷ്യനെക്കുറിച്ച് തന്നെയാണ്. കാരണം ആ പരാമർശങ്ങൾ നടത്തുമ്പോൾ സൗഹാർദ്ദത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, പാരസ്പര്യത്തെക്കുറിച്ച്, നമ്മൾ അറിയേണ്ടുന്ന നമ്മുടെ പ്രതിബദ്ധതയെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കും എന്നതുകൊണ്ടാണ് ആ പരാമർശം ഞാൻ നടത്തുന്നത്. നമ്മൾ മതസൗഹാർദ്ദത്തെക്കുറിച്ച് പറയാറുണ്ട്. വിവിധ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ആളുകൾ ഒരു സമൂഹത്തിൽ സ്നേഹത്തോടെ വർത്തിക്കണമെന്ന് പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ അത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളായി മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്ന് വേദനിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. മതങ്ങളുടെ പ്രബോധനത്തിൽ, പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളിൽ സ്നേഹിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, അറിയാനേ പറഞ്ഞിട്ടുള്ളൂ, അറിവുള്ളവരാവാനേ പറഞ്ഞിട്ടുള്ളൂ. അറിവുള്ളവരാവുക എന്ന് പറയുമ്പോൾ തിരിച്ചറിവുള്ളവരാവുക എന്ന അർത്ഥവും കൂടി അതിനുണ്ട്. വെറുതെ അറിവുള്ളവനായാൽ പോരാ, നീ തിരിച്ചറിയണം. ആ തിരിച്ചറിയൽ ഈ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ച് നമ്മളൊക്കെ ദൈവം ആയുസ് മതിയാക്കി കൊണ്ടുപോകുന്നതുവരെ ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇന്ന് ഗംഗാതലത്തിൽ വടക്കേ ഇന്ത്യയിൽ രാമനെക്കുറിച്ച്, രാമായണത്തെക്കുറിച്ച് ജനഹൃദയങ്ങളിൽ രാമകഥ പറഞ്ഞത് തുളസീദാസനാണ്. ആ തുളസീദാസന് ജാതിഭ്രഷ്ട് കൽപ്പിച്ച് അന്നത്തെ ജാതിയുടെ ആളുകൾ, ഉയർന്ന ജാതിയുടെ ആളുകൾ പുറത്താക്കിയപ്പോൾ ഈ ബാബറി മസ്ജിദ് നിൽക്കുന്ന അയോധ്യയിൽ തുളസീദാസന് അഭയം കൊടുത്തത്, രാമായണം എഴുതുവാൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഇസ്ലാം മതവിശ്വാസികളായിരുന്നു. ഞാൻ പറഞ്ഞതല്ല ഇത്, തുളസീദാസൻ പറഞ്ഞതാണിത്. മാനവമൈത്രി അവാർഡ്, ആ പേര് തന്നെ വളരെ നന്നായിരിക്കുന്നു. ഞാൻ മാപ്പിള അക്കാദമിയുടെ പ്രസിഡന്റ് അബ്ദുള്ള മാഷ് അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം. അതുപോലെ തന്നെ സുധാകരൻ മാപ്പിള അക്കാദമിയുടെ ആളാണ്. ഇവിടെ ഇതിനെക്കാളും വലിയൊരു ഹിന്ദു മുസ്ലിം സംഘം എന്താണ് ഇവിടെ പറയുന്നത്? ഈ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് ഏത് രാജ്യത്ത് നിന്നതാണ്? അറേബ്യയിൽ നിന്ന് ഇവിടെ ഉണ്ടായതാണ്. നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാണ്. എന്തെല്ലാം സംസ്കൃതികൾ നമ്മളുടെ ജീവനായി സമൂഹത്തിൻ്റെ ഊടും പാവുമായി ഇവിടെ മാറിയിട്ടുണ്ട്. എന്തെല്ലാം സംഭാവനകൾ, അതെല്ലാം കാണുകയും അതിൽ അഭിമാനം കൊള്ളുകയും അതിൽ കൂടി കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കാതെ കഠാരിയും കൊടുവാളും എടുത്ത് വെട്ടി എത്രയോ വിധവകളാക്കി. അവരിന്നും ഓർക്കും, ഈ പെരുന്നാളുണ്ടെന്ന് അവർ ഓർക്കും, എൻ്റെ മകൻ മരിച്ചുപോയി, എൻ്റെ ഉമ്മ മരിച്ചുപോയി. അങ്ങനെ വിധവകളുടെ കണ്ണുനീർ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. നമ്മൾ മറക്കേണ്ടതൊക്കെ നമ്മൾക്ക് അവകാശപ്പെട്ടതല്ല, നമുക്ക് അധികാരമില്ല അത് ചെയ്യാൻ. ദൈവം നമ്മളത് ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഗമത്തിൽ കൂടി നമ്മളോട് സംവേദിക്കുകയാണ്. ഞാനിവിടെ സംവേദിക്കുന്നത് നിങ്ങളോടല്ല, ഞാൻ എന്നോട് സംവേദിക്കുന്നു. എനിക്ക് അർഹതയില്ല, അവകാശമില്ല മറ്റൊരാളെ വേദനിപ്പിക്കാനും അവർ ജീവനെടുക്കാനും. അത് പടച്ചവനുള്ളത് പടച്ചവൻ തന്നെ ചെയ്യട്ടെ. അത് നമ്മൾ ചെയ്താൽ ഈ സമൂഹം ഉണ്ടാവില്ല.
അതുകൊണ്ട് ഇന്നത്തെ ഈ എത്രയോ മഹത്തുക്കൾ സംസാരിക്കാനുണ്ട്. കുറച്ചധികം സംസാരിച്ച് പോയി ശ്രമിക്കുക. ഉദ്ഘാടനത്തിന് വിളിച്ച ലാഭത്ത് ഇതൊക്കെ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഇനിയെങ്കിലും അത്ര എനിക്ക് അതേപ്പറ്റിയൊക്കെ പറയാനുള്ളൂ. ഏപ്രിൽ മാസത്തിൽ വലിയൊരു ചടങ്ങിൽ വെച്ച് ഉമ്മൻചാണ്ടിക്ക് ഈ അവാർഡ് സമർപ്പിക്കും. പ്രസംഗിക്കാനൊന്നുമല്ല, എന്നെയും വിളിക്കണം ആ സദസ്സിൽ. ഞാൻ വരുന്നത് ശിഹാബ് തങ്ങളുടെ പേരിൽ ആദ്യത്തെ അവാർഡ് വാങ്ങാൻ ഭാഗ്യമുണ്ടായ ഉമ്മൻചാണ്ടി ഒന്ന് കാണട്ടെ ഞാൻ. അതും വലിയൊരു ഭാഗ്യമാണ്. ആ അവാർഡ് വെറും ഒരു അവാർഡല്ലാതെ ആ അവാർഡ് വാങ്ങുമ്പോൾ ചരിത്രത്തിൻ്റെ ഓർമ്മകൾ നമ്മളിൽ വരും. ഒരു മനുഷ്യസ്നേഹത്തിൻ്റെ മുഗ്ധഭാവങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണർന്നു വരും. ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ അതിനൊക്കെ വേണ്ടി നിലകൊള്ള ആളായിരുന്നു. ആ അവാർഡാണ് ഇന്ന് കൊടുക്കേണ്ടിയിരുന്നത്. എന്നിവിടെ വരാനും എന്നെ മുൻ എം പി എന്നും അങ്ങനെയൊന്നും എം പി ഞാൻ ഒരിക്കലും ഇന്ന് എം പി ആവില്ല. സ്ഥിരമായിട്ട് ഞാനും അബ്ദുൽ സമദ് സമദാനിയും മുൻ എം പി ആവുന്ന പ്രശ്നമില്ല. ഞങ്ങൾ സ്ഥിര എം പിമാരാണ്. എം പി വീരേന്ദ്രകുമാർ, എം പി അബ്ദുൽ സമദാനി. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും എന്നെ മുൻ എം പി ആക്കി കളയാമെന്നുണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം നിരാശപ്പെടുക എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ മഹാസ്നേഹ സംഗമത്തിൽ പങ്കെടുക്കാൻ അവസരം തന്നതിൽ ഞാൻ ഇതിൻ്റെ ഭാരവാഹികളോട് എൻ്റെ കടപ്പാടും നന്ദിയും അറിയിക്കുകയും സ്നേഹത്തിൻ്റെ മൈത്രിയുടെ വാക്കുകളും സന്ദേശങ്ങളും നമ്മുടെ ആത്മാവിൻ്റെ സ്പന്ദനങ്ങളും ഭാവങ്ങളുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈദ് മുബാറക്. നമസ്കാരം.